നമസ്കാരം. കുറേയേറെ നാളുകളായിട്ട് അടച്ചിട്ടിരിക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇത് പട്ടാഴി വടക്കേക്കര ചൂരുവേലിൽ കാവ്, ഒരു കുടുംബക്ഷേത്രമാണ്. ഇതിന് മുമ്പ് നാട്ടുകാരൊക്കെ നോക്കി നടത്തിയിരുന്ന നല്ലൊരു ക്ഷേത്രമായിരുന്നു. ഉത്സവങ്ങളും പൊങ്കാലയും ക്ഷേത്രത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നാട്ടുകാരും കമ്മിറ്റിക്കാരും നല്ല രീതിയിൽ സഹകരിച്ച് വളരെ മികച്ച രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു ക്ഷേത്രം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കുടുംബക്ഷേത്രമായിരുന്നു. അപ്പോഴാണ് 3 വർഷത്തെ എഗ്രിമെന്റ് എഴുതിയിട്ടാണ് ഈ ക്ഷേത്രം നടത്താൻ നാട്ടുകാർ ഇറങ്ങിത്തിരിച്ചത്. നാട്ടുകാരും കമ്മിറ്റിക്കാരും, നാട്ടുകാരായിട്ടുള്ള കുറച്ച് ആളുകൾ തന്നെയാണ് കമ്മിറ്റിയിലുണ്ടായിരുന്നത്. അതിനുശേഷം 3 വർഷം കാലാവധി ഉള്ളൊരു ക്ഷേത്രം 2 കൊല്ലമായപ്പോഴത്തേക്ക് ഈ ഉടമസ്ഥര്, കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞല്ലോ, ഉടമസ്ഥര് തിരികെ വാങ്ങി. അതായത് ഞങ്ങൾക്ക് ക്ഷേത്രം വേണം, ഞങ്ങൾക്ക് നോക്കി നടത്തണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മറ്റവര് നിർബന്ധപൂർവ്വം പറഞ്ഞപ്പോൾ മറ്റവര് ക്ഷേത്രം വിട്ടു നൽകുകയായിരുന്നു. അപ്പോൾ വിട്ടു നൽകിയപ്പോൾ ഒരു വാക്കുണ്ടായിരുന്നു, ക്ഷേത്രത്തിലെ വിളക്ക് അന്തിത്തിരി മുടങ്ങരുതെന്ന്. പക്ഷെ വിട്ടു നൽകിയതിന് ശേഷം ഏകദേശം 1 മാസത്തിന് ശേഷം ക്ഷേത്രം വീണ്ടും അടച്ചുപൂട്ടുകയായിരുന്നു. അല്ലെങ്കിൽ കുറച്ച് നാൾക്ക് ശേഷം അടച്ചുപൂട്ടുകയായിരുന്നു. അവിടെ വരുന്ന തിരുമേനിമാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയാൻ ഈ കുടുംബക്ഷേത്രക്കാര് പരാജയപ്പെടുകയും പിന്നീട് അടച്ചിടുകയും ചെയ്തു. ഇതിപ്പോൾ ഒരു ക്ഷേത്രം, ഊണും പൂജയൊക്കെ കൊടുത്തിരുന്ന ക്ഷേത്രം ഇടയ്ക്ക് വെച്ച് മുടങ്ങിക്കിടക്കുമ്പോൾ, അടഞ്ഞു കിടക്കുമ്പോൾ അതിന്റെ ദോഷം ഇവിടെ സ്ഥലവാസികളായ നാട്ടുകാർക്ക് തന്നെയാണ്. നാളിതുവരെയായിട്ട് ക്ഷേത്രം തുറക്കുന്നതിനെ പറ്റി ഈ വീട്ടുകാരോ അല്ലെങ്കിൽ ഈ ആളുകളോ ഒന്നും ശ്രമിക്കുന്നില്ല എന്നത് മറ്റൊരു സത്യമാണ്. അതുപോലെ ക്ഷേത്രം മികച്ചതാകുമ്പോൾ ആ നാടിന് തന്നെ അഭിവൃദ്ധി ഉണ്ടാവുകയും അത് ഒരുപാട് ഗുണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ വളരെ എല്ലാ സൗകര്യങ്ങളും ഉള്ള വളരെ നല്ലൊരു ക്ഷേത്രമാണ് ചൂരുവേലിൽക്കാവ്. പട്ടാഴി വടക്കേക്കര ചൂരുവേലിൽക്കാവിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിളക്കുകളൊക്കെ കരിപിടിച്ച്, എന്താ പറയുന്ന, ഒരു നമ്മൾ അടഞ്ഞു കിടക്കുന്ന ഒരു ഷെഡിലോട്ടൊക്കെ കയറി ചെല്ലത്തില്ലേ, അതേപോലെയാണ്. ഇതിന്റെ ക്ഷേത്ര ചൈതന്യമൊക്കെ എവിടെയോ നഷ്ടമായിരിക്കുന്നു. എന്തുതന്നെയായാലും ഇതിന് കാരണക്കാരായവർക്ക് ഭഗവതി ദോഷങ്ങളൊന്നും ചെയ്യാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇട്ടതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. എന്നാലും ഈ ക്ഷേത്രം ഇങ്ങനെ നശിച്ചു കിടക്കുന്നത് ഞാൻ ഒന്നുകൂടി നാട്ടുകാരുടെ ശ്രദ്ധയിലേക്ക്, ഈ പരിസരവാസി എന്ന നിലയിൽ, എന്റെ ഈ വീട് ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം അടുത്തുള്ള ആളെന്ന നിലയിൽ ഞാൻ ഒന്ന് വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രം. പ്രത്യേകിച്ച് ഇതങ്ങനെ ആരെയും വ്യക്തിപരമായിട്ട് ദോഷം ചെയ്യാനൊന്നുമല്ല. എന്നാലും ഇതിന് കാരണക്കാരായവര് ഈ ക്ഷേത്രം അത് കാണുന്നുണ്ടായിരിക്കുമല്ലോ, ഇത് ഇങ്ങനെ നശിച്ചു കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ നടന്നിരുന്ന ഒരു ക്ഷേത്രം തന്നെയായിരുന്നു. അത് ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയതിനാണ് സങ്കടം. അപ്പം ഈ വീഡിയോ ദയവായി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം എടുക്കുക എന്ന് ഞാൻ താഴ്മയായിട്ട് പറയുന്നു. വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രം കാവ് മാത്രമായിരുന്നു. മറുതത്തമ്പുരാട്ടി എന്ന് പറയുന്ന സങ്കല്പത്തിലായിരുന്നു, ദേവിയായിരുന്നു ക്ഷേത്രത്തില്. അതിനുശേഷം പിന്നീട് കിരാതമൂർത്തി, ശിവനെ പ്രതിഷ്ഠിച്ചു. ശിവന്റെ ഒരു വിഗ്രഹം ആ ക്ഷേത്രത്തിന് മുൻവശത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിന് കിരാതമൂർത്തിയായി ഭദ്രാഭഗവതിയും കിരാതമൂർത്തിയും മറ്റു ഉപദൈവങ്ങളുമാണ് ക്ഷേത്രത്തിലുള്ളത്. പരിസരവാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോഴും ശക്തമായിട്ടുള്ള വിശ്വാസമുള്ള ഒരു ക്ഷേത്രമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ തന്നെ എന്ത് പറഞ്ഞിട്ടാലും അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും സാധിച്ചു തരുന്നതാണ്. അപ്പോൾ ഒരു നാടിന് ഒട്ടാകെ ഒരു വിശ്വാസമുള്ള ക്ഷേത്രം തന്നെ ഇങ്ങനെ നശിച്ചു കിടക്കുന്ന കാണുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇത് വിഷമം തന്നെയാണ്. ഇത് കാണുമ്പോൾ ഒരു നേരത്തെ വൈകിട്ട് വന്നൊന്ന് അവിടേക്കൊന്ന് വിളക്ക് കൊളുത്താനായിട്ട് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഒരു അടഞ്ഞു കിടക്കുന്ന ഒരു രീതിയാണ് നമുക്കവിടെ കാണുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നമുക്കിവിടെ നിർത്താം. അപ്പോൾ എല്ലാം ശുഭമായിട്ട് തന്നെ നടക്കട്ടെ. എത്രയും പെട്ടെന്ന് ഈ ക്ഷേത്രം തുറന്നു കാണാൻ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് കരുതുന്നു. ഓക്കെ.